ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 20 ബുധനാഴ്ചയാണ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. US മാർക്കറ്റുകളിൽ ഇന്നലെയും റാലി കണ്ടു. നാസ്ഡാക്ക് 15,000 മാർക്ക് ടച്ച് ചെയ്തു. ഡൗ ജോൺസ് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. റെഡ് സീയിലൂടെയുള്ള ഷിപ്പർ റൂട്ട് സസ്പെൻഡ് ചെയ്തതോടെ ഓയിൽ പ്രൈസുകൾ വീണ്ടും ഉയർന്നു. ഇന്നലെ US നിന്നും US സിംഗിൾ ഫാമിലി ഹൗസിംഗ് ഡാറ്റ പുറത്തു വന്നു. വളരെ നല്ല ഡാറ്റ തന്നെയായിരുന്നു. ഇനി പുറത്തു വരാനുള്ളത് US കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയാണ്. അതും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നുണ്ട്. ഇന്നത്തെ എല്ലാ വാർത്തകളിലേക്കും വരാം. ആദ്യം പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസിലേക്ക്. ആദ്യത്തെ വാർത്തയിലേക്ക്. RBI ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. ബാങ്കുകൾ, NBFCകൾ, ഹൗസിംഗ് ഫിനാൻസിംഗ് കമ്പനികൾ എന്നിവ റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ആയ ഡെപ്റ്റർ കമ്പനികളിൽ നേരിട്ടോ അല്ലാതെയോ നിക്ഷേപമുള്ള ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് RBI നിരോധിച്ചിരിക്കുന്നു. ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നത് ഹൈ റിസ്ക് ടോളറൻസ് ഉള്ളതും ഉയർന്ന വരുമാന സാധ്യതയുള്ളതുമായ ഒരു ഫണ്ടാണ്. മറ്റൊരു കാര്യമുള്ളത്, നിലവിൽ ഒരു AIF സ്കീമിൽ ഇതിനകം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡെപ്റ്റർ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ റെഗുലേറ്റഡ് എൻറ്റിറ്റി അതിന്റെ നിക്ഷേപം 30 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റ് ചെയ്യണം എന്നും പറയുന്നു. ചുരുക്കത്തിൽ പുതിയ പരിഷ്കരണം ബാങ്കിംഗ് സെക്ടറിൽ കൂടുതൽ ട്രാൻസ്പാരൻസിയും ഡിസിപ്ലിനും AIF ഇൻസ്ട്രുമെന്റുകളിൽ കൊണ്ടുവരും. എന്നാൽ ഷോർട്ട് ടേമിലേക്ക് ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ ഈ വാർത്ത ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 6.3% വളർച്ച കൈവരിക്കും എന്ന് IMF പറഞ്ഞു. ആ വാർത്തയിലേക്ക്. നടപ്പ് സാമ്പത്തിക വർഷങ്ങളിലും അടുത്ത സാമ്പത്തിക വർഷങ്ങളിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആരോഗ്യകരമായ 6.3% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് IMF പറയുന്നു. മാക്രോ എക്കണോമിക്, ഫൈനാൻഷ്യൽ സ്ഥിരത, ശക്തമായ സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമുകൾ, രാജ്യത്തെ വളരുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഇതിനെ പിന്തുണയ്ക്കുന്നു. പണപ്പെരുപ്പം കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഭക്ഷ്യവിലയിലെ വില വർധനവുകളാണ് ഈ പണപ്പെരുപ്പം ഇത്രയധികം കൂട്ടാൻ കാരണമായത്. നവംബറിൽ 5.55% ഇൻഫ്ലേഷൻ. RBIയുടെ ടാർഗറ്റായ 4% മുകളിലാണ് എന്നതും ആശങ്കപ്പെടുത്തുന്നു. എന്നിരുന്നാലും 6.3% വളർച്ച കൈവരിക്കും എന്ന് IMF പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ധാരാളം സെഗ്മെന്റുകളിലേക്ക് പോകാനുണ്ട്. ആദ്യം നിഫ്റ്റിയിലേക്ക്. അതിന് മുന്നേയായി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക്. 21,453 0.16% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു വോളറ്റൈൽ സെഷന് ഒടുവിൽ 21,337 എന്ന ലോ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി ഒടുവിൽ ഒരു വൻ തിരിച്ചുവരവ് നടത്തിയത് ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസിന്റെ സഹായത്തോടെയായിരുന്നു. നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 21,330 മുതൽ 21,500 വരെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയായിരുന്നു എന്നും ഓർക്കുക. ഇനി നിഫ്റ്റിയിൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള ഒരു സോൺ എന്ന് പറയുന്നത് 21,300 മുതൽ 21,200 സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 21,500 മുതൽ 21,700 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയിലെ ഓരോ ഡിപ്പും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. ഡെയിലി ക്യാൻഡിൽ ലോങ് ലെഗോട് കൂടിയ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 21,500 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,400 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,300 സ്ട്രൈക്കിലും അതിനുശേഷം 20,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയാൽ സപ്പോർട്ട് വരുന്നത് 21,500 റെസിസ്റ്റൻസ് വരുന്നത് 21,400 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,400 98% വർധനമാണുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 12% ഇടിവുണ്ട്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ നടക്കുന്നത്. 21,350 സ്ട്രൈക്കിൽ 60% വർധനമുണ്ട്. ലോങ് ബിൽഡപ്പാണ് അവിടെയുള്ളത്. നേരെ മറിച്ച് കോൾ സൈഡിലേക്ക് വന്നാൽ 12% തന്നെ ഇടിവ് ആ സ്ട്രൈക്കിലും കാണാം. ഷോർട്ട് കവറിംഗ് തന്നെയാണ് അവിടെയും ഉള്ളത്. 21,450 സ്ട്രൈക്കിൽ 81% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 4% മാത്രം ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലും കോൾ സൈഡിൽ നടക്കുന്നത്. 3 സ്ട്രൈക്കിലും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ച് ഒരു സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം.
ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,870 വെറും 3 പോയിന്റ്സ് നേട്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ 47,500 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 48,200 ഒരു ക്രൂഷ്യൽ ലെവലാവാനുള്ള സാധ്യതയുമുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് 49,000. അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,800 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആദ്യം റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ 48,000 ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. 47,800 ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യ വിക്സിലേക്ക് വരാം. വീണ്ടും 14 എന്ന മാർക്ക് ടച്ച് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് ഇറങ്ങി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 13.87 എന്ന നിലയിലാണ്. 0.23% ഇടിവിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് ആണ്. നിർമ്മ ലിമിറ്റഡ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസിന്റെ ഭൂരിഭാഗം ഓഹരികളും ഏറ്റെടുക്കുന്നതിന് ഇന്ത്യ CCI അംഗീകാരം നൽകി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് സുസ്ലോൺ ലിമിറ്റഡ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റീസിനായി സുസ്ലോൺ ഗ്രൂപ്പ് പൊതുമേഖലാ സ്ഥാപനമായ REC ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത. അടുത്തത് ഇൻഡസിൻഡ് ബാങ്ക് ബ്ലോക്ക് ഡീൽ വഴി നിപ്പോൺ AMCയിലെ 762 കോടി രൂപ വിലമതിക്കുന്ന 2.86% ഓഹരി ഇൻഡസിൻഡ് ബാങ്ക് ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത. ബ്ലോക്ക് ഡീൽ ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന 426.60 എന്ന നിലയിലാണ്. അടുത്തത് മെഡ്പ്ലസ് ഹെൽത്ത് സർവീസ് കമ്പനി യൂണിറ്റിന് ഡ്രഗ് ആൻഡ് കൺട്രോൾ അതോറിറ്റിയിൽ നിന്ന് ഒരു നോട്ടീസ് ലഭിച്ചു. യൂണിറ്റിനുള്ള ഡ്രഗ് ലൈസൻസ് 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സിമിലും ആഭ്യന്തര ബിസിനസ്സിലും സഹകരിക്കാൻ DB ഷെയർ ഇന്ത്യയുമായി കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലോജിസ്റ്റിക് വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മറ്റൊരു കമ്പനി RVNL ആണ്. കേരളത്തിലെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമുള്ള ഏറ്റവും കുറഞ്ഞ ലേലത്തിൽ RVNLും കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ജോയിൻറ്റ് വെഞ്ചറും തിരഞ്ഞെടുക്കപ്പെട്ടു. 123.26 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 30 മാസത്തിനുള്ളിൽ കാലയളവിൽ തീർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഇൻഡസ് ടവേഴ്സ്, IRCTC, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം, PEL, RBL ബാങ്ക്, സീൽ എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സെഷനാണ്. ഒത്തിരിയേറെ പഠിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. പക്ഷേ ലൈവ് ആരംഭിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. ഏകദേശം 11:30 കൂടിയാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും രാവിലെ മുതൽ 9 മണി മുതൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓപ്ഷൻസിനെ കുറിച്ച് ഒട്ടും തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അതിൽ ഓപ്ഷൻസിൽ കൊണ്ടുപോയി കാശ് കളയരുത്. പകരം നിങ്ങൾ പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് ഓപ്ഷൻസിൻ്റെ ഒരു ബേസിക് കോഴ്സ് കൂടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വേണമെന്നുള്ളവർക്ക് ഈ നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത സെഗ്മെൻറ്റിലേക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ F&O സെഗ്മെൻറ്റിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് പറയുന്നത്. പിരാമൽ എൻ്റർപ്രൈസസ് 960 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 959 എന്ന നിലയിൽ. ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരുന്നത് 950 ആയിരുന്നു. ടാർഗറ്റിനും കുറച്ചുകൂടി താഴേക്ക് പോയി നല്ല പ്രോഫിറ്റിലേക്ക് വന്നു. 948 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് കോൾ ഇന്ത്യ ആയിരുന്നു. 355 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 358.60 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 362 ആയിരുന്നു. സ്റ്റോക്ക് പക്ഷേ വലിയ റാലിയിലേക്കാണ് പോയത്. 369 വരെ സ്റ്റോക്ക് അപ്പായി. ടാർഗറ്റിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്ക് പോയി. അടുത്തത് F&O സെഗ്മെൻറ്റിൽ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കാണ് വേദാന്ത. 260 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 260.7 എന്ന നിലയിൽ. അടുത്തത് സ്വിംഗ് സെഗ്മെൻറ്റിൽ നിരവധി സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വന്നു. GE ഷിപ്പ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എൻട്രി എടുക്കുന്നത് 963 സ്റ്റോക്ക് 994 വരെയാണ് അപ്പായത്. ഏകദേശം 3.22% ഇൻട്രാഡേയിൽ മാത്രം ഉയർന്നു. മറ്റൊരു സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡായിരുന്നു. എൻട്രി എടുക്കുന്നത് 1316 എന്ന നിലയിൽ. സ്റ്റോക്ക് 1337 വരെയാണ് അപ്പായത്. ഏകദേശം 1.5% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ഇൻട്രാഡേയിൽ ലഭിച്ചു.
മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് സൊമാറ്റോ ആയിരുന്നു. ഡിസംബർ 18-ന്, അതായത് തിങ്കളാഴ്ചയായിരുന്നു നമ്മൾ പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 124.9 എന്ന നിലയിൽ. ടാർഗറ്റ് 130 ഫിക്സ് ചെയ്തിരുന്നത്. 4% മുകളിൽ നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ സ്റ്റോക്കുകളുടെ SLും ടാർഗറ്റും ഒന്നും പറയാറില്ല. കാരണം അത്രയേറെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIA-DA ആക്ടിവിറ്റിയാണ്. FIAs 601 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 294 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചത്തെ കണക്കെടുത്ത് നോക്കിയാൽ അവിടെ നിന്നും കൂടുതൽ സെല്ലിങ്ങിലേക്ക് FIAs പോയി എന്ന് വേണം കാണാൻ. US മാർക്കറ്റുകൾ 2023 ഇനി കേവലം 7 ട്രേഡിംഗ് ദിവസങ്ങൾ കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ. US മാർക്കറ്റുകൾ ഇപ്പോൾ ഓരോ ദിവസവും 2023 അവരുടെ റാലിക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയും US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.53% ഉയർന്നു. നാസ്ഡാക്ക് 0.57%, S&P 500 0.46% ഉയർന്നു. ഇനി ഡിസംബറിലെയും ഈ വർഷത്തെയും US മാർക്കറ്റുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ആദ്യം S&P 500 4.4% ഡിസംബർ മാസം ഉയർന്നത്. 24.2% 2023 മാത്രം S&P 500 ഉയർന്നത്. ഡൗ ജോൺസ് 4.5% ഡിസംബർ മാസം ഉയർന്നപ്പോൾ 13.3% 2023 ഉയർന്നത്. നാസ്ഡാക്ക് 5.5% ഡിസംബറിൽ ഉയർന്നു. 43.4% 2023 ഉയർന്നത്. വലിയ ഒരു നേട്ടം തന്നെയാണ് നാസ്ഡാക്കിനെ സംബന്ധിച്ച് ഉണ്ടായത്. ഇതുകൂടാതെ ഡിസംബർ മാസം അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് റസൽ 2000 ആയിരുന്നു. സ്മോൾ ക്യാപ്പുകളാണ്. 11.7% സ്മോൾ ക്യാപ്പുകൾ ഉയർന്നത്. എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയറിന് മുന്നോടിയായി വലിയ റാലി തന്നെയാണ് മാർക്കറ്റുകളിൽ കണ്ടത്. ഇന്നലെ US സിംഗിൾ ഫാമിലി ഹോം ബിൽഡിംഗ് ഡാറ്റ പുറത്തു വന്നു. നവംബറിൽ ഈ ഡാറ്റ 1.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇത് നിർമ്മാണ മേഖലയിലെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ടെക് സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇൻഫോസിസ് 0.11% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.85% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.16% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.09% നേട്ടമുണ്ടാക്കിയപ്പോൾ ആക്സിസ് ബാങ്ക് 1.8% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കി 1.44%. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. ആദ്യം UK മാർക്കറ്റ് FTSE 0.31% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.08% ഉയർന്നു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.56% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. പാൻ യൂറോപ്യൻ സ്റ്റോക്സ് 600 0.43% നേട്ടമുണ്ടാക്കി. അവിടെ ഇന്നലെ ട്രാവൽ സ്റ്റോക്കുകളാണ് ഏകദേശം 1.7% നേട്ടമുണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.04% ഉയർന്നാണുള്ളത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.12% ഉയർന്നാണ്. FTSE 0.07% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ജപ്പാനിൽ നിന്നും ഇന്നലെ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് കഴിഞ്ഞു. റേറ്റുകളിൽ മാറ്റം വരുത്തിയില്ല. ഇന്ന് മോർണിംഗ് സെഷനിൽ തന്നെ ജപ്പാൻ മാർക്കറ്റിൽ വലിയ പോസിറ്റിവിറ്റിയാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തത് 21,611 എന്ന നിലയിലാണ്. 83 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡിലാണുള്ളത്. ഇപ്പോൾ 7 മണിയാണ് സമയം. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 80 മുതൽ 90 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് 1.60% അപ്സൈഡിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.27% ഉയർന്നും കോസ്പി മാർക്കറ്റ് 1% മുകളിൽ ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഹൂതി തീവ്രവാദികൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ് സീ റൂട്ട് സസ്പെൻഡ് ചെയ്തതോടെ ഓയിൽ പ്രൈസുകൾ ഉയരുകയാണ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ബ്രന്റ് ഉള്ളത് $79.29 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $74.11 പെർ ബാരൽ എന്ന നിലയിൽ 0.20% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളും അതുപോലെ മറ്റ് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇതിൽ ട്രേഡ് എടുക്കുക. ഇന്നത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.